ആര് ഓനവിടെ പരസ്യം പറയാണ്. അപ്പം ഹായ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ മുടി പിടിച്ച് കറിക്കുക. അപ്പം എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറയാണ്. നമ്മളിതേ ഈ മനോഹരമായ വ്യൂവിനോട് യാത്ര പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മിണ്ടാതിരിയടാ, അവിടുന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കണം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോഴാണ് വീട്ടിലെത്തുക, ഇതൊന്നും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വൈഫൈ ഉണ്ട്. ഇന്നലെയൊക്കെ നെറ്റിന് ഭയങ്കര വിഷയമായിരുന്നു കേട്ടോ. ഇവിടെ വൈഫൈ ഉള്ള കാര്യം അറിയില്ലായിരുന്നു. എന്തപ്പം പോകുന്നു. അങ്ങനെ പിന്നെ വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെയാണ്. ഇന്നലത്തെ കോസ്റ്റ്യൂം കണ്ടിട്ടുണ്ടല്ലോ. ഇന്നത്തെ കോസ്റ്റ്യൂം സാരിയാണ്. കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്ത് വിചാരിച്ചത് ഇതധികം അമർത്തിയാൽ അപ്പുറത്തെ ആൾക്കാരുടെ റൂമിൽ പോയിട്ട് ഞാൻ വീഴും. കാരണം അപ്പുറം ഇതേപോലെ ബാൽക്കണി. അപ്പം അങ്ങനെയാണ്. അപ്പം കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് കോസ്റ്റ്യൂം സാരിയാക്കി. പുതിയ സാരി കേട്ടോ. ഇതിനായിട്ട് എടേ ഈ ഒരു സാധനം എന്നെ മുഴ പിടിച്ച് വെറുക്കുന്നു ഗൈസ്. ഇതിനും ജീവനോ എന്തോ എന്ത് ബോർഡാണെന്നൊന്നും എനിക്കറിയില്ല. വെയിറ്റുള്ള ബോർഡാണെന്നൊന്നും അറിയില്ല കേട്ടോ. ചാരാൻ പറ്റുമെന്നും അറിയില്ല കേട്ടോ. വെയിറ്റ് ഉണ്ടോ? അപ്പം അങ്ങനെയാണ്. ഓണൊക്കെ ഭയങ്കര ചാട, ഭയങ്കര. ഈ പിന്നെ ഞങ്ങളൊക്കെ കുളിച്ചത് പച്ചവെള്ളത്തിൽ. അതിനകത്തിന് വലിയ തണുപ്പൊന്നും ഇല്ല ഇവിടെ. ഇവിടെ വാ, അതവിടെ വെച്ചിട്ട് ഇനി വന്നാൽ മതി. കയ്യിൽ തന്നെ അഴിച്ചോണ്ടിരിക്കണം. ഭയങ്കര കേട്ടോ. വീഡിയോസിൽ വരാൻ പറഞ്ഞാൽ ആർക്കും പറ്റൂല. ഭയങ്കര തന്നെയാണ്. അപ്പം അങ്ങനെയാണ്. ഇനിയിപ്പോൾ പറയൂ ഇഷ്ടമില്ലാഞ്ഞിട്ട് താല്പര്യമില്ലാഞ്ഞിട്ടൊക്കെയാണ്. സത്യമാണ് നിങ്ങൾ പറയുന്നത് എന്നാ സത്യമോ അത്. ഞാനെങ്ങനെയാണ് പറയാമെന്ന് വിചാരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് തുറന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ അത് സത്യമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്ര തന്നെ. അപ്പം ഇനി ഈ ഒരു സ്ഥലത്ത് വരുമോയെന്ന് എനിക്കറിയില്ല. വന്നാലും ഇല്ലെങ്കിലും അടിപൊളി സീനറി കേട്ടോ. നമ്മൾ പണ്ടത്തെ നോട്ട് ബുക്കിൻ്റെയൊക്കെ ആ ഒരു ഇത് തോന്നുന്നുണ്ടോ. കുത്തുന്ന പശുവും ഉണ്ട് ഗൈസ്. അപ്പം അങ്ങനെയാണ്. ഇന്നലെ എൻ്റെ മാമൻ പറഞ്ഞത് അത് ഡാമാണ്. അത് ഡാമൊന്നുമല്ല, 5 സ്റ്റാർ ഹോട്ടലാണ്. അപ്പം ഇനി ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ആദ്യം റൂം എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് മോശമൊന്നുമില്ല കേട്ടോ. ഇവിടെ റൂമിന് റെൻറ്റ് വരുന്നത് 4000 രൂപയാണ്. പ്ലസ് ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ആരോ ഗ്യാസിനെ പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡ് ആട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല സ്പേസബിളാണ്. അപ്പോൾ നോക്കണ്ട അല്ല. അപ്പോൾ അങ്ങനെയാണ്. നല്ല സ്പേസ് ആയിട്ടുള്ള റൂമാണ്. ഒരു ഫാമിലിക്ക് സുഖമായിട്ട് വന്ന് താമസിക്കാം കേട്ടോ. ഫാമിലി എന്ന് വെച്ചാൽ അച്ഛനമ്മ കുട്ടികൾ. അപ്പോൾ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് 2 കുട്ടികൾക്കൊക്കെ പറ്റും. 1 or 2 അതിലൊക്കെ അപ്പുറം അവർ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാ അച്ഛൻ അവനെയാ ഇതിൻ്റെ ഓണർ. ഞാൻ കണ്ടില്ല. അപ്പോ ഭയങ്കര ജാടക്കാരനത്. അവനിങ്ങനെ പറയലുണ്ട്, നിങ്ങളെ കണ്ടിട്ടില്ല. ഇന്നലെ വന്നപ്പോ ചാടരുത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം.
വെള്ളം കുറഞ്ഞില്ല ഉണ്ടായിട്ടോ. ഇവിടെ കുറഞ്ഞല്ലോ. അതെയോ? അതെന്താ ഇത്രയും അടുത്തത് ഉണ്ടായിട്ട്? ഇത് കഴിഞ്ഞ അമ്മ വന്നേക്കാളും ഇത് കുറഞ്ഞില്ലേ? വെള്ളം കുറഞ്ഞില്ലേ? അതാട്ടോ നമ്മുടെ റിസോർട്ടിന്റെ മുതലാളി. മുതലാളിയാന്നുള്ള ഒരു അഹങ്കാരം ഇല്ലാത്തൊരു ചേട്ടൻ. ഞാനതാ ചോദിച്ചത്, ഇതാണോ ഓണർ എന്നുള്ളത്. അതാ നല്ല മനുഷ്യനാട്ടോ, ഭയങ്കര ഇഷ്ടമായി. വീഡിയോ എടുത്തതാ പോസ്റ്റ് ചെയ്യാൻ. ഇന്നലെ മൂടിയതാണ് നമുക്ക് വേണ്ടീനത്. ഇല്ല ഇല്ല ഇല്ല. അതെയോ? നമുക്ക് കുറച്ച് കോടയൊക്കെ ഉണ്ടാവും വിചാരിച്ച് വന്നതായിരിക്കും. കണ്ടോ, നമുക്ക് ഭാഗ്യമില്ലാത്തതായിപ്പോയി. ഇന്നലെ വരെ ഭയങ്കര കോടയായിരുന്നു പോലും. ഇന്ന് രാവിലെയും കോടയില്ല, ഇന്നലെ വൈകുന്നേരവും കോടയില്ല. അപ്പം ഓണർ കാണിച്ചെടുത്തില്ലേ മോനെ? പാവം മനുഷ്യന്. ഇത്രയും വലിയ റിസോർട്ടിന്റെ മുതലാളിയാണെന്നൊന്നും ഇല്ല. അവൻ ഇന്നലെ വിചാരിച്ചത് ഡാമാണ് എന്നാ, പക്ഷെ രാത്രി ലൈറ്റ് ഇട്ടപ്പാ ഓർത്തത് അത് 5 സ്റ്റാർ ഹോട്ടലാണെന്ന്. ഹായ് ഡാമത് മോനെ. അപ്പൊ അങ്ങനെയാണ് നോക്കിയ ഡാമാണെന്ന് പറഞ്ഞിട്ട് ഡാമിന്റെതാണടാ. ഓ അങ്ങനെ ഷട്ടറാണ്. പെരുമണ്ണാമയിൽ പോയാൽ ഇനി കാണല്ലേ വലിയ ഇത് ഷട്ടർ അപ്പറല്ലേ ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഏകദേശം. എനിക്ക് തല ഇറങ്ങും. ഇതിന്റെ മുകളിൽ നമ്മൾക്ക് ഒരു ഏർമാടൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഏർമാടത്തിന്റെ മുകളിൽ കയറിയിട്ടിരിക്കാം. ഒരു എന്താ പറയാ, കേറാനൊരു ഒരു 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 ഇവിടെ ചക്ക ഉണ്ടോ? ആയതില്ല. വേണ്ട, പഴുത്ത ചക്ക ഉണ്ടോ? വേണ്ട വേണ്ട, പഴുത്തത് ഉണ്ടോന്ന് അറിയാം. എനിക്ക് അവിടെ വീട്ടിൽ ചക്ക ഇല്ല. എനിക്ക് പഴുത്തതുണ്ടേ മതി, അല്ലാത്തത് പോവില്ല. അതെയോ? അയ്യോടാ, പഴുത്ത ചക്ക എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, താമരശ്ശേരി. പക്ഷെ എൻ്റെ നാട്ടിലേക്ക് ഞാൻ താമസിക്കുന്നിടത്തില്ല. പഴുത്ത ചക്ക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓ, പരിഷ്കാരികളല്ലേ ഫുള്ള്. ചക്കയല്ല കേട്ടോ, ജാക്ക് ഫ്രൂട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ ഏകദേശം അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ മെല്ലെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സാധനങ്ങളും പെട്ടിയും കിടക്കൊക്കെ കെട്ടിപ്പൂട്ടിയിട്ട് പോകണം. ഇന്ന് വേറെ ഏതോ റിസോർട്ടിലേക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങോട്ടാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നാളെ വീട്ടിലെത്തിച്ച് തരാമെന്നുമാണ് പറഞ്ഞത്. അങ്ങനെയാട്ടോ മുതലാളി പറഞ്ഞത്. മുതലാളി പറയും പോലെ ഞങ്ങൾ കേൾക്കുള്ളൂ. അപ്പം അങ്ങനെയാണ്. ഇന്നൊരു ദിവസം കൂടി ഞങ്ങൾ ഈ വയനാട്ടിൽ എവിടെയെങ്കിലും അടിച്ചു പൊളിച്ച് നിന്നിട്ട് നാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതായിരിക്കും. അമ്പട പുളിസു. ഞങ്ങളോട് പെരുന്നാൾ തലേന്ന് പോരാ, പെരുന്നാൾ തലേന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് പെരുന്നാളിന് റിസോർട്ടിൽ വന്നിട്ട് എന്നിട്ട് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ. അപ്പം പെരുന്നാൾ തലേന്ന് പോരാൻ പറ്റിയില്ല. അത് പെരുന്നാൾ പിറ്റേന്ന് പോകാമെന്ന് പറഞ്ഞതാ. അപ്പം അങ്ങനെയാണ്. അപ്പം എല്ലാവരോടും ബൈ പറയാണ്. മനുഷ്യന് ബൈ ഫ്രം ജസ്ന സലീം. അവിടെ കുത്തുന്ന പശുവുമുണ്ട്. പശുവിനെ മേയ്ക്കാൻ ആരോ പോവാണ്. അപ്പം ടാറ്റാ.